നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് പുതിയ RC ബുക്കുകൾ വിതരണം ചെയ്യുന്നതിൽ വൻ വീഴ്ച. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ 25,000 RC ബുക്കുകൾ വിതരണം ചെയ്ത് പ്രതിഷേധം തൽക്കാലം തണുപ്പിച്ചിരുന്നു. RC ബുക്ക് വിതരണം മുടങ്ങിയതിനെതിരെ കേരള സ്റ്റേറ്റ് യൂസഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിക്കും. എത്രയും വേഗം അവശേഷിക്കുന്ന 12 ലക്ഷം RC ബുക്കുകൾ വിതരണം ചെയ്യണമെന്നാണ് ആവശ്യം. പുതിയ RC ബുക്കിന് വേണ്ടി 200 രൂപയാണ് ഈടാക്കുന്നത്. അതിനു പുറമെ തപാൽ ചാർജായ 45 രൂപയും മോട്ടോർ വാഹന വകുപ്പ് വാങ്ങുന്നുണ്ട്. 50 രൂപ പോലും അച്ചടിച്ചെലവ് വരില്ലാതെ RC ബുക്കിനാണ് 200 രൂപ വാങ്ങുന്നതെന്നും ആക്ഷേപമുണ്ട്. ഇപ്പോഴും ഓൺലൈനായി തുക വാങ്ങുന്നുമുണ്ട്. ഈ തുക മാറ്റി ചെലവഴിക്കുന്നതാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നതെന്ന് സംഘടനാ നേതൃത്വം കുറ്റപ്പെടുത്തുന്നു. RC ബുക്ക് അച്ചടിക്കുന്ന സ്ഥാപനത്തിൽ പണം നൽകാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. 10 കോടിയോളം രൂപയാണ് കുടിശ്ശികയെന്നാണ് അറിയുന്നത്. RC ബുക്ക് ലഭിക്കാത്തത് മൂലം വിൽപ്പന നടത്തിയ വാഹനങ്ങളുടെ ഇൻഷുറൻസ് തുക യഥാർത്ഥ ഉടമകളുടെ പേരിലേക്ക് മാറ്റാൻ കഴിയുന്നില്ല. വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ ഇതുമൂലം ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്ത് കിട്ടാനും പ്രയാസം നേരിടുന്നു. ടാക്സികൾക്ക് ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ അതർ സ്റ്റേറ്റ് പെർമിറ്റ് കിട്ടാൻ RC ബുക്ക് അത്യാവശ്യമാണ്. RC ബുക്ക് ഇല്ലാത്തത് കൊണ്ട് കേരളത്തിന് വെളിയിലേക്ക് പോകാൻ ടാക്സിക്ക് കഴിയുന്നില്ല. ഇതുമൂലം അവധിക്കാല സീസണിൽ വലിയ വരുമാന നഷ്ടമാണ് ടാക്സി ഉടമകൾക്കുണ്ടായത്. RC ബുക്കുകൾ ലഭിക്കാത്തത് മൂലം സെക്കൻഡ് ഹാൻഡ് വാഹന വിൽപ്പന വിപണിയും വൻ തകർച്ച നേരിടുകയാണ്. വിൽപ്പന കേവലം 10% ഇടിഞ്ഞു. ഡീലർമാരും കച്ചവടക്കാരും വാങ്ങിയിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വിൽക്കാൻ കഴിയാതെ കെട്ടിക്കിടക്കുകയാണ്. സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന് നികുതി ഇനത്തിൽ കോടികളുടെ വരുമാനം നേടിക്കൊടുക്കുന്നതാണ് സെക്കൻഡ് ഹാൻഡ് വാഹന വിപണി.